ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രെക്കിംഗ് സ്പോട്ടുകളിലൊന്നായിട്ടുള്ള പർവ്വതമലയിലേക്കാണ്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയുടെ അടുത്തായിട്ടാണ് പർവ്വതമല എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ ട്രെക്കിങ്ങുകളെല്ലാം ഇഷ്ടപ്പെടുന്ന ആളുകൾ കൂടുതലായിട്ടും പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഹരിഹർ ഫോർട്ട്. പക്ഷേ ഹരിഹർ ഫോർട്ടിനേക്കാളും നല്ല രീതിയിൽ ഹാർഡായിട്ടുള്ളതും അതുപോലെ തന്നെ റിസ്കി ആയിട്ടുള്ള ഒരു പ്ലേസാണ് ഈ പർവ്വതമല എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന വഴിയിലൂടെ ലെഫ്റ്റ് തിരിഞ്ഞാണ് നമ്മളിനി പർവ്വതമലയിലേക്ക് പോകുന്നത്. ഇനി ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കൂടുതലും കാണുന്നത് ഇതുപോലെ ഒരുപാട് മാവും തോട്ടങ്ങളും നേരെ മുമ്പിലായിട്ട് നമ്മുടെ പർവ്വതമലയുടെ കാഴ്ചയും അതിൻ്റെ സൈഡിൽ പല സ്ഥലങ്ങളിലും ഒരുപാട് കൃഷിയിടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ആ മലയുടെ താഴ്വാരം വരെ നമുക്ക് വണ്ടി ഓടിച്ച് ചെല്ലാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലെ തന്നെ ഒരുപാട് കൃഷിസ്ഥലങ്ങളെല്ലാം നമുക്ക് കാണാനും പറ്റും. അപ്പോൾ ഈ കാണുന്ന ഒരു പാർക്കിങ്ങിൽ നമ്മൾ വണ്ടി വെച്ചതിന് ശേഷം ഇനി നടന്നാണ് പർവ്വതമലയിലേക്കുള്ള ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ചെറിയ ടെമ്പിളാണ്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മളിനി പർവ്വതമലയിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ കാണുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് അകത്തേക്ക് വണ്ടി കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷേ ഇവിടെ ലോക്കലായിട്ടുള്ള ആളുകളുടെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത് നമുക്ക് കാണാനും പറ്റും. അങ്ങനെ നമ്മൾ ഈ ഒരു ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കാണുന്ന ഒരു ചെറിയ ടെമ്പിൾ ഇതാണ്. ഇതുപോലുള്ള ഒരുപാട് വലുതും ചെറുതുമായിട്ടുള്ള ടെമ്പിൾസ് നമ്മൾ ഈ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇനി ഈ കാണുന്ന വഴിയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളത്. ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കൂടുതലും കാണുന്നത് ഇതുപോലെ ഒരുപാട് ഓന്തിനെയും ഒരുപാട് ബേർഡ്സിനെയൊക്കെയാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്ന വഴി ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ വൈൽഡ് ഗവർനെയും അതുപോലെ തന്നെ കാട്ടുപന്നിയൊക്കെ നമുക്ക് വഴിയിൽ കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ടേക്ക് നടന്നു പോകുമ്പോൾ പല സ്ഥലത്തും ഇതുപോലുള്ള ചെറിയ ബോർഡുകളെല്ലാം കാണാൻ പറ്റും. ഇവിടെ പറയുന്നത് ഒരുപാട് പാമ്പുകളുള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ കാടിനകത്തേക്ക് കയറരുതെന്നാണ്. பக்கத்தில் தானா? இல்லை அங்கே கோயில் இருக்கு, அது பூஜை பண்ணுறதுக்கு கம்மிட்டாங்க. ஓ, நீங்கள் தானே அங்கே பூஜை பண்ணுறது? ஓ, ஓகே ஓகே ஓகே. வீட்டுக்கு போயிருந்தேன். ஆஹா, அடிவார கோவில் தானே? அடிவார கோயில். மேலே வந்தப்போ பூஜை பூ இருக்காதா? இங்கே எதனா வாங்கணுமா நீங்கள்? இல்லை இல்லை, எதுவும் வாங்குறதுக்கு இல்லை. இல்லை, மேலே வந்து டெய்லி பூஜை பண்ணுமான்னு கேட்டேன். இருக்குமா? அப்போ அங்கே யார் போவாங்க? தாத்தா போவாதில்ல? இல்லை, அங்கே ஆள் இருக்காங்க, வேலை കോയിലിലെ ആൾ. ഓ, ഓക്കെ. നമ്മളിപ്പോൾ ഈ പരിചയപ്പെട്ട ആളെന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് നേരെ നടന്നു പോകുമ്പോൾ മലയുടെ തൊട്ട് താഴെയായിട്ട് അടിവാര കോവിൽ എന്ന് പറയുന്ന ഒരു ചെറിയ ടെമ്പിളുണ്ട്. അവിടുത്തെ പൂജാരിയാണ്. എന്നെ ഇതിനു മുമ്പ് പരിചയമൊന്നുമില്ലെങ്കിലും വളരെ കമ്പനിയായിട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് നടന്നു നീങ്ങിയത്. പിന്നെ ആൾ തന്നൊരു വലിയ ടിപ്പെന്ന് പറയുന്നത് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുമ്പോഴേക്കും കയ്യിലൊരു വടി കരുതണം. കാരണം ഈ കാണുന്ന കുരങ്ങന്മാർ നേരെ മുകളിലേക്ക് പോകുമ്പോൾ ഒരുപാടുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതുപോലൊരു ചെറിയ സ്റ്റിക്ക് വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ പറയാം. അങ്ങനെ നടന്ന് നമ്മൾ താഴ്വാരത്തുള്ള ഈ കാണുന്ന അടിവാര കോവിലെത്തി. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി തുടങ്ങുന്നത്. അങ്ങനെ ആ ടെമ്പിളിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോഴേക്കും ഇവിടെ ചെറിയൊരു കിണർ കാണാൻ പറ്റി. ശരിക്കും നല്ല ആഴത്തിലുള്ള ഈ ഒരു കിണറ്റിൽ നിന്നാണ് നമ്മുടെ മലയുടെ ടോപ്പിലുള്ള ഒരു ആശ്രമമുണ്ട്, അങ്ങോട്ടേക്കുള്ള വെള്ളമെല്ലാം പമ്പ് ചെയ്യുന്നത്. അവിടെ മുകളിൽ എത്തിക്കഴിയുമ്പോഴേക്കും നമുക്ക് കുടിക്കുന്നതിനായിട്ട് ഒരു കപ്പിൽ 1-2 തവണ വെള്ളം അവർ തരും. പക്ഷേ നമ്മൾ കൊണ്ടുവന്ന കുപ്പിയിലൊന്നും നിറച്ച് തരില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഏകദേശം ഒരു 2 ലിറ്റർ ഒരാൾക്കെന്നുള്ള രീതിയിൽ വെള്ളം കരുതിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹരിഹർ ഫോർട്ടിനേക്കാളും നല്ല ഹാർഡായിട്ടുള്ളൊരു ട്രെക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ടയേർഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ആൾ തന്നെ നമ്മളിവിടെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് വരെ കൊണ്ടുവന്നാക്കി. ഇവിടെ നിന്ന് ഈ കാണുന്ന സ്റ്റെപ്പുകൾ കയറിയാണ് നമുക്കിനി മുകളിലേക്ക് കുറച്ച് ദൂരം പോകാനുള്ളത്. കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1100 സ്റ്റെപ്സ് ഇതുപോലെ കാണാൻ പറ്റും. ഈ സ്റ്റെപ്സ് എല്ലാം കയറി പോകാനായിട്ട് അത്ര ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഒരു മലയുടെ അല്ലെങ്കിൽ ഈ ഒരു ട്രെക്കിങ്ങിൻ്റെ ഹാർഡസ്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം വരുന്നത്. പല സ്ഥലങ്ങളിലും ഏണിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലേക്ക് കയറാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ എന്തായാലും പുറകെ വരുന്നുണ്ട്. ആദ്യം നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. അങ്ങനെ ഞാൻ പയ്യെ ഒറ്റയ്ക്ക് മുകളിലേക്ക് നടന്നുകൊണ്ടിരുന്നപ്പോൾ 2 പേര് ഓപ്പോസിറ്റ് വന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു നല്ല സ്ഥലമുണ്ട്, കാണാനായിട്ട് നല്ല ഭംഗിയാണെന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്.
അങ്ങനെ പോകുന്ന വഴിക്ക് പുള്ളിയുടെ മൊബൈലിൽ തന്നെ അവർ അവിടെ നിന്ന് എടുത്ത കുറേ ഫോട്ടോസ് എല്ലാം കാണിച്ചു തന്നു. നമ്മൾ ഈ പോകുന്ന വഴിയിൽ നിന്ന് ചെറിയൊരു ഡീവിയേഷൻ എടുത്ത് ഈ കാണുന്ന വഴിയിലൂടെ ചെന്നിട്ടാണ് ആ ഒരു വ്യൂ പോയിന്റിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിനി കയറാനുള്ള ആ ഒരു മലയുടെ ഒരു വിദൂര ദൃശ്യം വളരെ വൈഡായിട്ടുള്ളൊരു ആംഗിളിൽ നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇതാ ഈ കാണുന്ന ശൂലത്തിൻ്റെ പുറകിലായിട്ട് നേരെ മുകളിൽ കാണുന്ന ആ ഒരു മല കണ്ടില്ലേ, അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമുക്കിന്ന് ചെല്ലാനുള്ളത്. ഈ 2 പേരാണ് നമ്മൾ ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് കൊണ്ടുവന്നത്. സാധാരണ ഈ വഴിയൊന്നും അറിയാതെ വരുന്ന ആളുകൾ ഡയറക്റ്റ് നടന്നങ്ങ് പോകാറാണ് പതിവ്. എന്തായാലും അതിനൊരു ബിഗ് താങ്ക്സ്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീണ്ടും സ്റ്റെപ്പ് കയറ്റം തുടങ്ങുവാണ്. ഈ സ്റ്റെപ്പ് കയറി തുടങ്ങുമ്പോൾ തന്നെ വഴിയുടെ 2 സൈഡിലും ഇതുപോലെ ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം വലിച്ചെറിഞ്ഞിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഈ ഒരു ട്രെക്കിങ്ങിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യവും ഇതുതന്നെയാണ്. ഒട്ടും ശ്രദ്ധയില്ലാതെ അലക്ഷ്യമായിട്ട് പല സ്ഥലങ്ങളിലും ഇതുപോലെ കുപ്പികൾ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. നമ്മൾ മുകളിലേക്ക് ചെല്ലുന്തോറും ഏറ്റവും ടോപ്പിൽ വരെ കാണാൻ പറ്റുന്നൊരു കാഴ്ച ഇതൊക്കെ തന്നെയാണ്. നമ്മളങ്ങനെ പയ്യെ മുകളിലേക്ക് കയറി തുടങ്ങിയപ്പോൾ നമ്മൾ ഫോളോ ചെയ്തു വരുന്ന ഒരു കുരങ്ങനെ കണ്ടില്ലേ? ഒന്നല്ല, പുറകെ 2-3 എണ്ണം ഉണ്ട്. ഇനി മുകളിലേക്ക് പോകുമ്പോൾ ഇതുപോലെ ഒരുപാട് കുരങ്ങന്മാർ അവിടെ ഇവിടെയൊക്കെ ഇട്ടിരിക്കുന്ന കാണാൻ പറ്റും. നമ്മൾ നടന്നു പോകുന്ന വഴിക്കെല്ലാം ഇതുപോലൊരു വടി ഇങ്ങനെ വീശി അല്ലെങ്കിൽ നിലത്തെല്ലാം അടിച്ച് ഇവരെ പേടിപ്പിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. നമ്മുടെ തൊട്ട് പുറകെ വന്നൊരു ചേട്ടനാണ്. പുള്ളിയുടെ കയ്യിൽ ഈ ബാഗിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ പുറകെ വരുന്ന കുരങ്ങൻ അതിൽ ചാടി പിടിച്ചായിരുന്നു. അങ്ങനെ പുള്ളി പേടിച്ച് വന്നതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് മുകളിലേക്ക് കയറി തുടങ്ങിയത്. അങ്ങനെ സ്റ്റെപ്പുകളെല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ ഇനി നമുക്ക് മുകളിലേക്കുള്ള വഴി എന്ന് പറയുന്നത് നല്ല ഹാർഡായിട്ടുള്ള വഴിയാണ്. ഇതുപോലെ പാറക്കല്ലുകളും നല്ല ചെങ്കുത്തായിട്ടുള്ള വഴികളിലൂടെയാണ് നമുക്കിനി മുന്നോട്ടേക്ക് പോകാനുള്ളത്. അങ്ങനെ മുന്നോട്ടേക്ക് പോയപ്പോൾ നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ് ഈ കാണുന്ന മണ്ഡപം. ഇതുപോലെ മണ്ഡപങ്ങളും ചെറിയ അമ്പലങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ പോകുന്ന വഴിക്ക് തന്നെ കാണാനായിട്ടുണ്ട്. നമുക്ക് പോകേണ്ട വഴികളിലെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ ഇതുപോലെ ആരോ മാർക്കെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വഴി തെറ്റിപ്പോകും എന്നുള്ള പേടിയും വേണ്ട. കുറേ കുരങ്ങുകൾ ഓടിപ്പോയത് കണ്ടില്ലേ? ഇതുപോലെ തന്നെ വളരെ കൂട്ടമായിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ നേരെ വന്ന് ഈ കുരങ്ങുകൾ അറ്റാക്ക് ചെയ്യുക. അറ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ വന്ന് കടിക്കുകയോ മാന്തുകയോ ഒന്നും ചെയ്യില്ല. നമ്മുടെ ബാഗിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് തുറന്നിട്ട് എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇതേപോലെ കൂട്ടമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരിക. നമ്മൾ പോകുന്ന വഴിക്ക് പല സ്ഥലത്തും ഇതുപോലെ പട്ടികളെല്ലാം നമ്മുടെ പുറകെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് ഫുഡ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അവരും വരുന്നത്. നമ്മൾ ഈ കാണുന്നൊരു ബോർഡ് കണ്ടില്ലേ? ഇവിടെ നിന്ന് ഈ കാണുന്ന ലെഫ്റ്റിലേക്കുള്ള വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ കാട്ടിലൂടെ നമുക്കൊരു ആശ്രമത്തിലേക്ക് എത്താൻ പറ്റും. ഇവിടെ നിന്ന് റൈറ്റിലേക്ക് ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ പർവ്വതമലയിലേക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടത്. തിരുവണ്ണാമലയിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ മാറിയാണ് നമ്മുടെ ഈ പർവ്വതമല എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു ടെമ്പിളിൻ്റെ ഏകദേശം ഒരു പഴക്കം എന്ന് പറയുന്നത് ഏകദേശം 2000 വർഷങ്ങളാണ്. ഈ ടെമ്പിളിന് 2000 വർഷം പഴക്കമുണ്ടെങ്കിലും നമ്മൾ മുകളിൽ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന ബിൽഡിങ്ങുകൾ വളരെ പുതിയതായിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ഈ കയറുന്ന ഈ ഒരു മലയുടെ ടോപ്പ് എന്ന് പറയുന്നത് സീ ലെവലിൽ നിന്ന് ഏകദേശം 3500 അടി ഉയരത്തിലാണ്. ഇത്രയും ഉയരത്തിലുള്ള ഈ ഒരു സ്ഥലത്ത്, വളരെ ഹാർഡായിട്ടുള്ള ട്രെക്കിംഗ് ഉള്ള ഈ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഈ ഒരു ടെമ്പിളും അതുപോലെ ആശ്രമവും എല്ലാം മുകളിൽ നിർമ്മിച്ചതെന്നുള്ളത് വളരെ കൗതുകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി അവർ യൂസ് ചെയ്ത ഒരു പ്രത്യേക മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് പുറകെ പറയാം. ഇനി ഈ കാണുന്ന ഭാഗത്തു നിന്നാണ് നമുക്ക് മുകളിലേക്ക് നല്ല കുത്തനെയായിട്ടുള്ള വഴികളിലൂടെ എല്ലാം കയറാനുള്ളത്. നമ്മുടെ ഇന്നത്തെ ട്രെക്കിങ്ങിലെ ഏറ്റവും റിസ്കിയസ്റ്റ് ആയിട്ടുള്ളൊരു പാത്ത് ഇനി അങ്ങോട്ടേക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആളുകളെല്ലാം ഇവിടെ കർപ്പൂരം എല്ലാം കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മുകളിലേക്ക് കയറി തുടങ്ങുക. ഇനി നമുക്ക് മുകളിലേക്ക് കയറാനുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് ഇതുപോലെ ഏണിയും പാറയുടെ മുകളിൽ പതിപ്പിച്ചിട്ടുള്ള കുറേ കമ്പികളിലെല്ലാം പിടിച്ചാണ് മുകളിലേക്ക് കയറേണ്ടത്. ഒരു സൈഡിൽ ക്യാമറയും മറ്റേ സൈഡിൽ 2 ലിറ്ററിൻ്റെ വെള്ളമെല്ലാം ഇട്ട് ഈ ഒരു ഭാഗത്തൂടെ കയറാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു.
വേറൊന്നുമല്ല, ഇത്രയും നാരോ ആയിട്ടുള്ള ഈ ഒരു വഴിയിലൂടെ വേണം നമ്മൾ മുകളിലേക്ക് കയറി എത്താനായിട്ട്. ആരെങ്കിലും ഈ ഒരു ട്രെക്കിംഗ് വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പരമാവധി ലഗേജ് കുറച്ചിട്ട് മുകളിലേക്ക് കയറുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ ഈ കയറുന്ന മലയുടെ ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു ടെമ്പിളിൻ്റെ ഒരു ഐതിഹ്യമുണ്ട്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് മുനിമാർ നിർമ്മിച്ചിട്ടുള്ള ഒരു ടെമ്പിളാണെന്നാണ് അത് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ AD 300 കാലയളവിൽ ഇവിടെ ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു രാജാവായിരുന്നു മാമനൻ എന്ന് പറയുന്നത്. അദ്ദേഹം മിക്ക ദിവസങ്ങളിലും വന്ന് ശിവനെയും പാർവതിയും ആരാധിച്ചിരുന്നൊരു പ്ലേസ് കൂടിയാണ് ഈ മലയുടെ മുകളിലുള്ള ടെമ്പിൾ. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു മലയുടെ ഭാഗമാണ് കടപ്പാറ അല്ലെങ്കിൽ കട്ടപ്പാറ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഭാഗം. ഇവിടുത്തെ ട്രെക്കിങ്ങിൽ തന്നെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ളൊരു പോർഷൻ എന്ന് പറയുന്നതും ഈ ഒരു ഭാഗത്തെ ട്രെക്കിംഗ് ആണ്. കാരണം കൃത്യമായിട്ട് സ്റ്റെപ്പുകളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പാറയിലും ഈ കാണുന്ന കമ്പികളിലും എല്ലാം പിടിച്ചു വേണം നമ്മൾ മുകളിലേക്ക് കയറാനായിട്ട്. നമ്മൾ മുകളിലേക്ക് കയറുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഒരു ഭാഗം യൂസ് ചെയ്യുന്നത്. നമ്മൾ തിരിച്ചിറങ്ങുന്നതിനായിട്ട് വേറെ വഴിയാണ് വരേണ്ടത്. അതിൻ്റെ കാരണം നല്ല ക്രൗഡുള്ളൊരു ടൈമിൽ ഇതിലെ തന്നെ മുകളിലേക്കും താഴത്തേക്കും ഇറങ്ങാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ കുത്തനെയുള്ള മലയിൽ മുകളിലേക്ക് കയറുന്നതിനും താഴേക്ക് ഇറങ്ങുന്നതിനും സെപ്പറേറ്റ് വഴികളാണ്. അങ്ങനെ കയറി നമ്മൾ ഏകദേശം ഒരു 90% കവർ ചെയ്തു. നമ്മൾ മുകളിലേക്ക് എത്തിയപ്പോഴേക്കും ഏറ്റവും ടോപ്പിലുള്ളൊരു മരത്തിൻ്റെ മുകളിൽ ഈ കുരങ്ങിരിക്കുന്ന ഒരു ഇരിപ്പ് കണ്ടില്ലേ? ഇവിടെ നിന്നെങ്ങാനും ആൾ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും നോക്കണ്ട. നമ്മൾ നിൽക്കുന്ന ഈ ഒരു മലയുടെ താഴെ അങ്ങ് ദൂരെയായിട്ട് കാട് പോലുള്ളൊരു ഏരിയ കണ്ടില്ലേ? അതിലൂടെയാണ് നമ്മളിങ്ങോട്ട് നടന്നു വന്നത്. ഇതാ കാടിൻ്റെ നടുക്ക് ലൈൻ പോലെ നമ്മൾ ഈ കാണുന്നതാണ് നമ്മൾ നടന്നു വന്ന സ്റ്റെപ്സ്. അങ്ങനെ മുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. പൂർണ്ണമായിട്ടും പാറ കൊണ്ട് നിർമ്മിച്ചൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല കട്ട വെയിലിൽ നമ്മൾ കയറി വന്നാലും നല്ല കൂളായിട്ട് കുറച്ച് നേരം ഇരിക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം വീണ്ടും നമ്മൾ മലകയറ്റം തുടങ്ങി. നമ്മൾ ഈ പോകുന്ന വഴിക്ക് കാണുന്ന ഈ വേസ്റ്റ് ഇട്ട് നിറച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലേ, മഴക്കാലത്ത് വെള്ളം സംഭരിച്ച് വയ്ക്കുന്നതിന് വേണ്ടി പണിതിട്ടുള്ളൊരു ഏരിയയാണ്. ഇത്രയും വലിയൊരു മലയുടെ മുകളിൽ ഇതുപോലുള്ള ഓരോ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊന്നും വളരെ നീറ്റായിട്ട് വയ്ക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ഇനി ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മുകളിലേക്ക് കയറാനായിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് വളരെ നാരോ ആയിട്ടുള്ളൊരു പാസേജും വളരെ കുത്തനെയുള്ളൊരു കയറ്റവുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡിൽ ക്യാമറയും മറ്റേ സൈഡിൽ വെള്ളമെല്ലാം ആയിട്ട് ഈ ഒരു വഴി കയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഈ സ്റ്റെപ്സിൻ്റെ വീതി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു കാലെടുത്ത് വയ്ക്കാനുള്ള ഒരു ഗ്യാപ്പ് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫൈനലി നമ്മൾ കയറി നേരെ മലയുടെ മുകളിലേക്ക് എത്തി. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ഇത്രയും നേരം കയറി വന്ന പർവ്വതമല കോവിൽ എന്ന് പറയുന്നത്. ഈ ടെമ്പിളിൻ്റെ അകത്തും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആദ്യം ഇതിന് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമ്മളിപ്പോൾ കയറി വന്ന ഒരു കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ?
അതിനേക്കാളും റിസ്ക്കാണ് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് എന്തായാലും പുറകെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് ഈ കാണുന്ന ടെമ്പിളിൻ്റെ നേരെ ഫ്രണ്ടിലെ സൈഡിലെത്തി. ഇവിടെയാണ് നമുക്ക് അമ്പലത്തിനകത്തേക്ക് കയറാനായിട്ടുള്ള വാതിലെല്ലാം ഉള്ളത്. കുരങ്ങന്മാരുടെ പ്രശ്നം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാതിൽ മിക്കപ്പോഴും അടച്ചാണ് ഇട്ടേക്കുക. നമ്മൾ ഈ കാണുന്ന ഒരു ഏരിയയിൽ താഴെ നിന്ന് നമ്മൾ പൂജാ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് വന്ന് ഇവിടെ തന്നെ ആളുകൾ പൂജ ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു മലയുടെ ഏറ്റവും ടോപ്പിലായിട്ടും ചെറിയൊരു വെള്ളമെല്ലാം ശേഖരിച്ച് വെക്കുന്നൊരു ഏരിയ ഉണ്ട്. അവിടത്തെയും അവസ്ഥ വേറൊന്നുമല്ല. ഇവിടെ ആളുകൾ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കും കുപ്പിയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് അവിടത്തെയും വെള്ളം നല്ല രീതിയിൽ തന്നെ പൊല്യൂട്ടഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതേ വെള്ളം തന്നെയാണ് ഈ മലയുടെ മുകളിലുള്ള കുരങ്ങന്മാരും കുടിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ബിൽഡിങ്ങാണ് ഇവിടുത്തെ മെയിൻ ടെമ്പിൾ എന്ന് പറയുന്നത്. ഇത്രയും കുത്തനെയുള്ള അല്ലെങ്കിൽ ഇത്രയും ഹൈറ്റിലുള്ള ഈ ഒരു മലയുടെ മുകളിൽ ഇത്രയും ഭംഗിയായിട്ട് ഇവർ ഈ ഒരു ടെമ്പിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. ഈ സിമൻറ്റും മണ്ണും വെള്ളവും എല്ലാം ഇതിന് മുകളിലേക്ക് എത്തിച്ചതും അവരൊരു പ്രത്യേക ടാറ്റിക്സിലൂടെ തന്നെയാണ്. ഇവിടുത്തെ ഉത്സവത്തിൻ്റെ സമയത്തും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രത്യേക ദിവസങ്ങളിലെല്ലാം ഒരുപാട് ആളുകൾ ഈ ഒരു മലയുടെ മുകളിലേക്ക് വരാറുണ്ട്. അങ്ങനെ വരുന്ന ആളുകളുടെ കയ്യിൽ 2 ലിറ്റർ വെള്ളമോ അല്ലെങ്കിൽ 2 ഇഷ്ടികയോ കുറച്ച് സിമൻറ്റോ ഒക്കെ ആയിട്ട് കൊടുത്തുവിട്ട് അങ്ങനെ പല ആളുകളുടെ കയ്യിൽ കുറേശ്ശെ കൊടുത്തുവിട്ടാണ് ഈ ഒരു അമ്പലം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിൻ്റെ മുകളിലേക്ക് എത്തിച്ചത്. ഇത്രയും ഉയരത്തിലുള്ള ഒരു മല ആയതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഇടിമിന്നൽ രക്ഷാചാലകങ്ങളെല്ലാം നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും. ഈ ഒരു മല നിൽക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ടെമ്പിൾ നിൽക്കുന്നതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രോൺ ഷോട്ട് തന്നെ വേണം. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ഡ്രോൺ വിഷ്വൽസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഒരു ടെമ്പിൾ നിൽക്കുന്നത് എത്ര ഹൈറ്റിലാണെന്നും അതിൻ്റെ ഒരു ഭീകരതയെല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലേ. എന്തായാലും ഇത്രയും ഹൈറ്റിൽ ഇത്രയും ഭംഗിയായിട്ട് ഈ കാണുന്നൊരു ടെമ്പിളും ആശ്രമത്തിൻ്റെ ആ ഒരു ബിൽഡിങ്ങും എല്ലാം ഇവിടെ പണിതു വച്ചിരിക്കുന്നത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. അങ്ങനെ ഇവിടെ പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമുക്കിനി നേരെ അമ്പലത്തിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അമ്പലങ്ങളിൽ പോകുമ്പോൾ ശ്രീകോവിലിനകത്തൊന്നും നമുക്ക് കയറാനായിട്ടുള്ള അനുവാദമില്ല. ഇവിടെ ശ്രീകോവിലിൻ്റെ അകത്ത് നിന്ന് നമുക്ക് തന്നെ നമ്മൾ കൊണ്ടുവന്ന പൂജാ സാധനങ്ങൾ ഉപയോഗിച്ച് പൂജ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചിറങ്ങുന്ന വഴി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വന്ന അതേ വഴിയല്ല, അതിനേക്കാളും കുറച്ചുകൂടി റിസ്കി ആയിട്ടുള്ളൊരു വഴിയാണ്. ഈ ഭാഗത്തു നിന്നാണ് നമ്മുടെ റിസ്കി ആയിട്ടുള്ള ഒരു പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല കുത്തനെയുള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞ് നിന്ന് വേണം ഇറങ്ങാനായിട്ട്. നമ്മുടെ പുറകിൽ എന്തെങ്കിലും ബാഗെല്ലാം തൂക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഹരിഹർ ഫോർട്ടിൽ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആ ബാഗ് തട്ടുമ്പോൾ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് വീണ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നേരെ ഓപ്പോസിറ്റ് ഇതുപോലെ നിന്ന് മാത്രമേ നമുക്ക് ഈ ഒരു ഭാഗത്തൂടി ഇറങ്ങാൻ പറ്റൂ. എന്തായാലും നമ്മൾ മുകളിലേക്ക് കയറിയതിനേക്കാളും നല്ല കുത്തനെയുള്ള ഇറക്കമാണ് ഈ ഒരു വഴി പോകുമ്പോൾ. വളരെ ശ്രദ്ധിച്ച് തന്നെ പോയില്ല എന്നുണ്ടെങ്കിൽ താഴെ വീഴാനും അപകടം സംഭവിക്കാനുമായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പരമാവധി മഴക്കാലം ഒഴിവാക്കിയിട്ട് വരിക. അപ്പോൾ അഡ്വഞ്ചറസ് ട്രെക്കിംഗ് എല്ലാം ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ബക്കറ്റ് ലിസ്റ്റിലേക്ക് ഒരു പ്ലേസ് കൂടി ആഡ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.
അതുവരെ എല്ലാവർക്കും ബൈ.